മോളെ അമ്മ അവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. അമ്മ മോളെ എന്റെ അമ്മ വന്നിട്ട് മോളിന്ന് എവിടെ നിക്കണേ? അമ്മനെ കാണണ്ടേ? ഇതാരാ വന്നേക്കണത്? എപ്പഴാ വന്നത്? എന്താ വിശേഷം? സുഖന്നെ. തന്നെയാ വന്നത്? മോളുടെ അച്ഛൻ വന്നില്ലേ? മോളെന്താ നിക്കണം? മോള് എനിക്ക് ഇരുന്ന് സംസാരിക്കും. മോളിരുന്ന് സംസാരിക്കും. കൊറേ ദിവസം കഴിഞ്ഞിട്ട് കാണാൻ വന്നതല്ലേ, മോള് സംസാരിക്കേ. അമ്മ ചായ എടുത്തിട്ട് മോള് ഇവിടുന്ന് സംസാരിക്കേ. അമ്മ ചായ എടുത്തിട്ട് വരാം കേട്ടാ. എന്തൊരു സ്നേഹമുള്ള അമ്മയാ, നല്ല പെരുമാറ്റല്ലേ. നിന്റെ ഭാഗ്യാട്ടാ അങ്ങനെ ഒരു അമ്മനെ കിട്ടിയത്. നല്ലോണം സ്നേഹിച്ചോളോട്ടാ, ഞാൻ നോക്കി കണ്ടൊക്കെ നിന്നോളോ. അമ്മയ്ക്ക് നല്ല സ്നേഹ. അതേ മോളെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം വിരുന്നൊന്നും വിളിച്ചിട്ടില്ലോ. അപ്പോൾ വിരുന്ന് വിളിക്കാൻ അമ്മ വന്നത്. അത് അച്ഛനും കൂടി വരാൻ നിന്നത്. അച്ഛനും ജോലിക്ക് പോകേണ്ട കാരണം വരാൻ പറ്റിയില്ല. അമ്മോടൊന്ന് പറയും മോള്, ഒരാഴ്ച വിരുന്നിന് നിൽക്കാനായിട്ട് നിങ്ങൾ രണ്ടാളും കൂടി കൊണ്ടുപോകാനായിട്ട് അമ്മോടൊന്ന് പറയട്ടെ മോള്. അമ്മ എന്താ മോളെ? അമ്മ അതില്ലേ, അമ്മ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടില് പോയി നിക്കണെന്ന്. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ അത് ക്ഷണിക്കാൻ അമ്മ വന്നേ. അപ്പൊ അമ്മോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പൊക്കോട്ടമ്മേ. മോള് പൊക്കോ. മോള് അങ്ങനെയൊക്കെ പോണ്ടേ? വിരുന്നിന് വിളിക്കുമ്പോ പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പോയിട്ട് രണ്ടാഴ്ചയോ ഒരു മാസം ഇരുന്നിട്ട് വന്നാ മതി. മോളുടെ സന്തോഷാണ് എന്റെ സന്തോഷം. അയ്യോ, എന്തിനാ എനിക്കണ? ഇരിക്കേ പറയാം. മോളെ നിൽക്കാനൊന്നും കൊണ്ടുപോകാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പാർക്കാനായിട്ട് കൊണ്ടുപോകാനുള്ളൊരു ചടങ്ങുണ്ടല്ലോ. അപ്പം ഞാൻ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. അതിനെന്താ പൊക്കോട്ടെ, ഇപ്പൊ കൊണ്ടുപോകുന്നതാണോ? അതെ, ഇന്നിപ്പോ പോരാണെങ്കിൽ എന്റെ കൂടെ പോരാലോ. അയ്യോ, ചടങ്ങൊന്നും വേണ്ട. മോൻ വരുമ്പോ രണ്ടാളും കൂടി പറഞ്ഞയക്കാം. ഒരാഴ്ചയാ 2 ആഴ്ചയാ അവിടെ നിന്നിട്ട് വരട്ടെ. അവരുടെ സന്തോഷാണ് എന്റെ സന്തോഷം. അപ്പൊ ചേച്ചിയപ്പോ ഞാൻ നിക്കണില്ല, ഇറ്റോമ്പളിക്ക് പോട്ടെ. ഇവർ രണ്ടാളും കൂടി പറഞ്ഞു വിട്ടാ മതി. നിങ്ങൾ ഇറങ്ങൊരു ദിവസം. ഉറപ്പായിട്ട് വരാം. ശരി, പോട്ടെ മോളെ. എന്താ അവിടെ നിക്കണേ? അല്ല, അമ്മ പോയപ്പോ അതെ, വിഷമൊക്കെ തന്നെ മാറി. ഗ്ലാസ് ഒന്ന് കഴുകി വെച്ച. അയ്യേ, നിക്കുന്നതിന് അലവ് കണ്ടില്ലേ? അതെ, നിക്ക്. എവിടേക്കാ പോകുന്നത്? ഞാൻ തലവേദന, ഞാൻ കുറച്ചു നേരം എടുക്കാൻ. ഇവിടെ അടിച്ചു വരിക. അമ്മ അടിച്ചു വരി, എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെന്താ കാലൊക്കെ ഒട്ടി പിടിക്കണ്ടല്ലോ, കൊറേ പൊടിയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ നിനക്ക് ഉറങ്ങാൻ തോന്നുന്നത്? ആദ്യം അടിച്ചു വാരിയിട്ട് പിന്നെ നീ എന്തിട്ടെങ്കിലും ചെയ്തോ? അവളുടെ ഒരു തലവേദന. എന്നിട്ട് ആലോചിച്ചിരിക്കണേ? വീട്ടിൽ പോകുന്ന കാര്യം ആലോചിച്ച് സന്തോഷിച്ചിരിക്കല്ലേ? അവളുടെ ഒരു വീട്ടിൽ പോക്ക്. ഇവിടെ നിന്ന് ഒറ്റ ആളെ ഞാൻ കടത്തില്ല, മനസ്സിലായ? ഇവിടെ ഞാൻ തീരുമാനിക്കുന്നതാ. ഇതേ എന്റെ വീടാ, മനസ്സിലായ? ഞാൻ ആരൊക്കെ പോണം ആര് പോവണ്ടെന്ന് പറയുന്നത് എന്റെ തീരുമാനമാണ്. നീ അതൊക്കെ ആലോചിച്ച് സന്തോഷിച്ചിരിക്കണ്ട. ഇവിടുത്തെ പണികളൊക്കെ ആരാ എടുക്കുക? ഞാൻ വന്നെടുക്കണോ? ഇപ്പൊ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. അല്ല, അവളുടെ ഒരു വീട്ടിൽ പോക്ക്. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. അമ്മ വന്നപ്പോ ഇങ്ങനെയൊന്നല്ലല്ലോ അമ്മ പറഞ്ഞേ. അതേടി, അതാണ് അമ്മായിയമ്മ. നീ അപ്പ കണ്ടത് വേറെ മുഖം, ഇപ്പൊ കണ്ടത് വേറൊരു മുഖം. ഇനി നീ കാണാൻ കിടക്കണേ ഉള്ളോ എന്റെ വേറെ മുഖങ്ങളൊക്കെ. കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്.